OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ ജിനൂസ് അക്കാഡമി ഉറപ്പു നൽകുന്നു. ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതങ്ങനെ മാറിപ്പോകുന്നു. അതിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതൊരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പാർക്ക് ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെ ഒരു തലത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അടുത്ത് ചെയ്ത ലാലേട്ടൻ്റെ ചില പാറ്റേണുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഞാൻ ചെയ്ത പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മേക്സ് മേ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അവർ കോമ്പിനേഷൻ. 2 ഇറങ്ങിയ സമയത്ത് ഞാൻ അറിയാതെ കയറി കാണുമ്പോൾ ഇതിനകത്ത് വലിയ ട്വിസ്റ്റൊന്നും ഇല്ല, കാരണം ടെൻഷൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാവുന്നൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് താല്പര്യം. ഡയറക്ടർ ബ്രില്യൻസ് ഒന്നുമല്ല അതിനകത്ത്. അത് നിങ്ങൾ ഓൾറെഡി അത് നിങ്ങൾക്ക് മനസ്സിലായതുമാണ്. അത് മനസ്സിലാക്കി തരാനും എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഞങ്ങൾക്കത് ഹൈഡ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ലായിരുന്നു. കുറച്ച് മുമ്പ് ഒരാളെന്ന് ചോദിച്ചു, ഈ ലാൻസാറുമായിട്ട് ഇങ്ങനെ വീണ്ടും സിനിമകൾ ചെയ്യുന്നു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന്. ഞാൻ കൊടുക്കുന്ന കഥ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കഥ വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് സലാർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ബേസ്. അതിലൂടെ അത് പോയി കാണുക, അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേരം നേരിട്ടുണ്ടാവും. അത് വന്ന് കണ്ടാലും അദ്ദേഹത്തിൻ്റെ നമ്പർ വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് നോക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമാക്കുക. നേര് എന്ന് പറയുന്ന സിനിമ December 21 ആണ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ട്രെയിലറിൽ കണ്ടതൊക്കെ തന്നെയാണ് സിനിമ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് സിനിമ. പിന്നെ ഫർദർ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, അത് ഞങ്ങൾ ഉത്തരം നൽകാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് എല്ലാവരും വന്നതിന്. ഇത് പറഞ്ഞ നേരെ എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ഞാൻ ജിത്തുകൂടെ ചെയ്യുന്ന ദൃശ്യം പിന്നെ ക്വിക്മാൻ, ഞങ്ങളൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന റാം, അങ്ങനെ ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ സിനിമകളായിരുന്നു ദൃശ്യം 1, 2. അത് കഴിഞ്ഞ് അതേ ടീം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഉണ്ടാകണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിലൊരു സിനിമ എടുക്കാൻ ഞങ്ങൾ തയ്യാറായത്. ആ സിനിമയുടെ പേര് പോലെ ഇതിലൊരു സത്യം കണ്ടെത്തുക ഒരു വലിയൊരു ധർമ്മം ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. അത്രയും പറയാൻ കാര്യം, ദൃശ്യം എന്ന സിനിമയുമായിട്ട് ഈ ചിത്രത്തിന് ഒരു കമ്പാരിസനുമില്ല, അല്ലെങ്കിൽ വ്യക്തിമാനമായിട്ടുമില്ല. ജിത്തു ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമയാണ്, ഒരു കോർട്ട് റൂം ഡ്രാമ. ഏതാണ്ട് നമുക്കൊരു 60% അല്ലെങ്കിൽ 70% എങ്ങനെയാണ് ഒരു കോർട്ട് റൂം പ്രവർത്തിക്കുന്നത് എന്നുള്ള അത്രയും വളരെയധികം സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രത്യേകതകൾ സാധാരണ സിനിമയിൽ കാണുന്ന കോർട്ട് റൂം പോലെ ആയിരിക്കില്ല. കുറച്ചുകൂടെ ജെനുവിനായിട്ടുള്ള അപ്രോച്ചാണ് സിനിമയ്ക്ക്. അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല. ഞാൻ അതിൽ അഭിനയിക്കുന്നത് ഒരു അഭിഭാഷകനായിട്ടാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ അഭിഭാഷകനായിട്ട് അഭിനയിക്കുന്നത്. ഇത് പക്ഷേ 2ാമത്തെ സിനിമയായിരുന്നു സത്യമൻ. ഇത് തീർച്ചയായിട്ടും വേറെ തരത്തിലുള്ള സിനിമയായിരുന്നു. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് ഒരു ഭാഷ, അയാൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് സത്യത്തെ കണ്ടെത്തുക എന്നുള്ള അതിൻ്റെ മൂല്യമൊക്കെ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. ഡിസംബർ 21 തീയതി റിലീസ് ചെയ്യുകയാണ്. ബാക്കി ഇങ്ങനെ സംസാരിക്കും. ഇത് എഴുതിയിരിക്കുന്ന ശാന്തിയാണ്. വളരെ രസകരമായ രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. താങ്ക് യു. ജിത്തു സൂചിപ്പിച്ച പോലെ ഇത് സസ്പെൻസും ട്വിസ്റ്റുമുള്ള ഒരു സിനിമയായിരിക്കില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള, നേര് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ സത്യസന്ധമായിട്ടുള്ള ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. ഇമോഷൻസ് ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. പിന്നെ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകർക്ക് രസകരമായ രീതിയിലാണ്. കോർട്ട് റൂം എന്ന് പറയുമ്പോൾ പ്ലെയിൻ
രീതിയിൽ കോർട്ട് അവതരിപ്പിച്ചാൽ അതൊരു ഡോക്യുമെൻ്ററി ലൈനാണ്. ഇതല്ല, ഫിക്ഷൻ്റെ ഒരു സാധ്യതകൾ കണക്കിലെടുത്ത് അതിലുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയിൽ അതിൻ്റെ വാദം, അതിൻ്റെ മറുവാദം, ജഡ്ജിൻ്റെ പിന്നെ വിശദീകരണം, വിശകലനം, ജഡ്ജിൻ്റെ റിമാർക്സ്, പിന്നെ സാക്ഷികളുടെ ഇതൊക്കെ തന്നെ രസകരമായ രീതിയിൽ ഒരു കോർട്ട് അല്പം പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി വിധി പ്രഖ്യാപിക്കേണ്ട ജഡ്ജസ് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. നേരിൻ്റെ വിധി പ്രഖ്യാപിക്കേണ്ടത് പ്രേക്ഷകരാണ്. നല്ലൊരു എഫേർട്സ് വാദത്തിൻ്റെ രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു. ജിത്തു സാറും ലാലേട്ടനും ജഗദീഷ് ചേട്ടനൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ എന്ന് പറയുന്നത് ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സീക്കിംഗ് ജസ്റ്റിസ്, ആഡ് ഓൺ ആയിട്ട് സത്യം തെളിയിക്കുകയാണ്. സത്യം കണ്ടെത്തുന്ന സത്യം തെളിയിക്കണം. സത്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് സൊസൈറ്റിക്ക്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഉത്തരം കൂടിയായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നേരിനകത്ത്. അപ്പോൾ എനിക്ക് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് പെർഫോം ചെയ്യാൻ സ്പേസിലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഇത്രയും വലിയ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, ലാൽ സാറിൻ്റെ കൂടെ ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും സിദ്ദിഖിയുടെ കൂടെ ആണെങ്കിലും ജിത്തു സാർ, അവരുടെ കൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ എന്നുള്ള നടനെ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓരോ ജോണറും ഓരോ ക്യാരക്ടറൈസേഷൻ അനുസരിച്ചുള്ള രീതിയിലുള്ള ഡിഫറൻസുകൾ ഉള്ളൂ. ഇതിനകത്തും ഓഫ്കോഴ്സ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇങ്ങനെ അടുത്ത് ചെയ്ത ലാലേട്ടൻ ചെയ്ത ചില പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഞാൻ ചെയ്ത പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മേക്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അവർ കോമ്പിനേഷൻ. ലാലേട്ടന്റെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നിസ്സായനായി മാറുന്ന പല ചിത്രങ്ങൾ, ഇപ്പോൾ സേതു മാധവൻ അടക്കമുള്ള കുറെ നമ്മുടെ മെമ്മറീസ് ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായി മലയാള പ്രേക്ഷകർ സൂക്ഷിച്ചിരുന്ന കുറെ ക്യാരക്ടേഴ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യതയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജോണറുകളും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പം അദ്ദേഹം പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു സിനിമയാണ് അദ്ദേഹം. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ കണ്ടത് തന്നെയാണത്. അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ആ സിനിമ, അതാണ് ആ ക്യാരക്ടറൈസേഷൻ. പറഞ്ഞത് അധിപന് ശേഷമാണ് ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നത്. നേരെ ഒരു സബ്ജക്ട് കേട്ടപ്പോൾ അത് തനിക്ക്, എന്നിട്ട് ലാലേട്ടന് അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിൽ ആ സബ്ജക്റ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? തീർച്ചയായിട്ടും കഥ തന്നെയാണ്. കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു എന്താ പറയേണ്ടത്, അതിനകത്തൊരു വലിയൊരു ഗ്രിപ്പുണ്ട്, അതിനൊരു സോഷ്യൽ റെലവൻസാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായ ആളെന്നുള്ളത് ഒരു നിസ്സഹായനായ ആളല്ല, വളരെ മിടുക്കനായ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അയാൾ നിസ്സഹായനായി പോയത്. പക്ഷെ ഒരു സമയത്ത് അയാൾ ഈ സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി അയാൾ വളരെ മിടുക്കനായ ഒരാളാണ്. അയാൾ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു അപ്പോൾ സത്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുക. ഇപ്പോൾ ഈ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പോലും അത് തെളിയിക്കുകയും വേണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുള്ളായി മാറിയിരുന്നു. ഇതാണ് കഥ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ആക്ടറിന് അഭിനയിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻസാണ്. പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ അയാൾ നിസ്സഹായ അവസ്ഥയിലേക്ക്. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യം കണ്ടെത്തുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാവുന്നൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്കുള്ള പ്രത്യേകത, എനിക്ക് താല്പര്യം. ഇതിനകത്ത് കാണുന്ന നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ കോർട്ടിലെ സീനുകളാണ് കൂടുതൽ. ഇതിന്റെ പേര് തന്നെ നേരെ എന്നാണ്. നേരായ വഴിക്ക് നയിക്കുന്ന ആ നയത്തിലൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണോ താങ്കൾ? കണ്ടിട്ട് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ നിട്ടിരിക്കുന്നത്. അത് ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ, ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാം. ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കാം, അല്ലാതെ മാറിയേക്കാം. 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും.
ഒരു റോഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഒരു സിനിമ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പ്രകൃതിയോട് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞാണ് റോഡിന് വേണ്ടി തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിവനിലെ ശ്യാമാവുമ്പോഴും നേരിലെ വിജയമാകുമ്പോഴും ഹെൽപ്പ് മീ തന്നെയാണോ പ്രോസസ്സ്? തീർച്ചയായിട്ടും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സിറ്റുവേഷൻസ്, സീന്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറയുന്നത് ഒരു കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കാര്യം അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി, ഒരുപാട് എനിക്കത് സഹായകരമായി. അതാണ് ഞാൻ പറയാം, അതിനുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് ഒരു കേസൊന്നും ബാധിക്കും. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലെ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാ ഞാൻ പറഞ്ഞത് 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, രമേശ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി ഫിലിം പോലെ നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിവനിലെ ശ്യാം സിനിമാറ്റിക് ആണ്, നേരിലെ വിജയം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. അപ്പോൾ പെർഫോമൻസിലും ആ വിധത്തിൽ അപ്രോച്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യവും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ നേരത്ത് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ഒരു നല്ല സിനിമയായിരിക്കാം, നമ്മൾ ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരുപക്ഷെ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അപ്പം അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എപ്പോഴങ്ങനെയാണല്ലോ ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും എൻ്റെ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് വിചാരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റിയൊക്കെ MT സാർ പറഞ്ഞു നോക്കുന്നു. അതായത് ഞാൻ എഴുതി വെച്ചിരുന്നത് എത്രയോ വലുപ്പത്തിലാണ് അദ്ദേഹം അത് സ്ക്രീനിൽ ചെയ്തിട്ടുള്ളത്. ഇത് പല റൈറ്റേഴ്സും പറയാറുണ്ട്, ഞങ്ങൾ എഴുതിയതിൻ്റെ വേർഷൻ അല്ല, അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ നേരിൻ്റെ എഴുത്തിൻ്റെ നേരും ലാൽ എഫക്ട് ഓഫ് നേരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞത് തന്നെയാണ് അതൊരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ഡയലോഗ്സ്, എസ്പെഷ്യലി കോഡ് സീക്വൻസിലുള്ള ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട്, അതിൻ്റെ മോഡുലേഷനൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിങ്ങനെ കയറുമ്പോൾ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏട്ടന് ഒരെണ്ണമായിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത്, പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി ഇതാണ് എന്ത് കുട്ടിയായത് ഇങ്ങനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളോ കോണ്ടെക്സ്റ്റ്, ഇപ്പം ഞാൻ വക്കീലാണ്, എന്നോടിപ്പോൾ ഒരു മെഡിക്കൽ ടേംസ് കുറേ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കോർട്ടുകളിൽ പോകാറുണ്ട്, പോയി കേസുകൾ വാദിക്കാറുണ്ട്. അവിടെ നിന്നുണ്ടായ കുറെ സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത് ലാലേട്ടനിലേക്ക് തന്നെ എത്താൻ കഥ എഴുതുമ്പോൾ ലാലേട്ടനിലേക്ക് തന്നെയാണ് എത്തിയത്. ജിത്തു സാറ് ദൃശ്യത്തിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ആശയം പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആശയം വരുന്നു, അതിന്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആന്റണി ചേട്ടനോട് പറയുമായിരുന്നു. ആന്റണി ചേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പം ലാലേട്ടൻ കേട്ടിട്ടില്ല. പിന്നെ റാമിന്റെ സമയത്ത് UK അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത്. ഞാൻ പകുതി പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓരോന്നിനും അദ്ദേഹം ലോജിക്കലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ജിത്തു സാറിൻ്റെ കൂടെയുള്ള വർക്കാണ്. സാറിങ്ങനെ ലോജിക്കെല്ലാം സീൽ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ടു ദാറ്റ് ഈ സിനിമയിലും അങ്ങനെ ലോജിക്കെല്ലാം. ഇപ്പോൾ ഒരു സീക്വൻസ് കാണുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് മറുപടി പറയുന്ന ശൈലിയാണ് ജിത്തു സാറിൻ്റെ മൂവീസ്.
പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ഒത്തിരി നീണ്ടു പോകും. മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ് ലാലേട്ടൻ നേരില് നീതിക്ക് വേണ്ടി കേടുന്ന ഒരു അച്ഛൻ തന്നെയാണോ ജയിച്ചത്? ഇതിപ്പോ എൻ്റെ അച്ഛൻ സീസണാണ്. അതില് മാക്സിമം വെറൈറ്റി ഒരു ക്യാരക്ടർ തരാൻ ജിത്തുവും ശാന്തിയും ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റോള് വളരെയധികം എൻജോയ് ചെയ്തു. ഇതിൻ്റെ കോർട്ട് സാധാരണഗതിയിൽ എൻ്റെ ഷോട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ പിന്നെ സീനിൽ അവിടെ വരും, ലാലിൻ്റെയൊക്കെ വാദം കേൾക്കാനൊക്കെ. അപ്പം എന്നെ കണ്ടോളം ജിത്തു പറയും, അയ്യോ ചേട്ടൻ ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാൻ അവിടെ മാറി നിന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കോർട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതി, ലാല് ഓരോന്നും ഡെലിവറി ചെയ്യുന്ന രീതി, അതൊക്കെ നോക്കി കാണുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് റോ ആയിട്ട് കാണുകയാണ്. അതിനകത്ത് മ്യൂസിക് ഇല്ല, അതിനകത്ത് പിന്നെ ഷോട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് സിനിമയായിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡാണ്. സാധാരണ ഇപ്പൊ കണ്ടിട്ടുള്ള ഈ ഫാലിമിയിലെ ഒരു കലിപ്പൻ അച്ഛനിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അതിൽ സന്തോഷം. തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് ഹെൽപ്പ് ഉണ്ട്. നമുക്കറിയില്ലല്ലോ ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജഡ്ജിൻ്റെ നമ്മൾ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ പാടില്ല, ബിഹേവിയർ പാറ്റേൺ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവർ വരുമ്പോൾ ഇരിക്കുന്നത് അതൊന്നും നമ്മൾ ഇങ്ങനെ കോടതിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കുടിയുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ദിഖിനായാലും. കാര്യം ഒരു പുതിയ ഇത് റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ പല കൂട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൽ ഒരു കീ ഫാക്ടർ ശാന്തിയാണ്. താങ്ക് യു. ഈ ഇപ്പം നമുക്കറിയാം ജിത്തു ജോസഫുമായിട്ട് തന്നെ ഇപ്പൊ മലയാളത്തിലെ ഒരു ചിത്രം റീച്ച് ആവുന്നതിലെ ഏറ്റവും അധികം റീച്ച് ആയ ദൃശ്യമടക്കം നമുക്ക് ശ്രദ്ധിച്ചതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റിലും കഥയിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഇതിൻ്റെ അകത്ത് പോലും വ്യത്യസ്തത കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ സ്റ്റോറിയിലാണോ ലാലേട്ടൻ എക്സൈറ്റഡ് ആയത്? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കോർട്ട് റൂം ഡ്രാമയ്ക്ക് അതിൻ്റെ അകത്തിൽ നിന്ന് ഓരോ സിനിമ എടുക്കേണ്ട രീതിയുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായ ട്രീറ്റ്മെന്റ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഒരു കഥയാണ്, അതിലെ ഇൻസിഡൻസ് ആണ്. അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലെ ഓരോ ഇൻസിഡൻറ്റിനും പ്രാധാന്യമുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. ട്രീറ്റ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ മേക്കിംഗ് വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് മുഷിപ്പിക്കാത്ത തരത്തിൽ ആ ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെ വളരെ എന്താ പറയണ്ട ഏറ്റവും മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ ശരിക്കും കൂടുതലും ആ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിസൈൻ ടൈറ്റിൽ ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് തുറന്നു വയ്ക്കുന്നു, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ആ ബുക്കിന്റെ ഉള്ളിൽ ആ പേരിന്റെ ഡിസൈൻ ചിലപ്പോൾ കാഴ്ച പരിമിതത്തിലുള്ള ഒരു ബ്രെയിൻ ലൈവ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ തെറ്റായിരിക്കാം. ഒരു പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ബ്രില്യൻസ് ആയിട്ട് വരാനുള്ള ഡിസൈൻ ആയിരിക്കും. ഡയറക്ടർ ബ്രില്യൻസ് ഒന്നുമല്ല, ഇതിനകത്ത് കഥാപരമായി ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അത് നിങ്ങൾക്ക് മനസ്സിലായതുമാണ്. അത് മനസ്സിലാക്കി തരാനും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞങ്ങൾക്കത് ഹൈഡ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ലാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇതൊന്ന് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനെന്തോ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു ടെക്സ്റ്ററിൽ അത് ചെയ്യാം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലായല്ലോ അതെന്താണെന്നുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത്രേ ഉള്ളൂ. അത് ബ്രില്യൻസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സാർ, ഈ ലാലേട്ടനുമായിട്ടുള്ള സിനിമകൾ നമുക്കെല്ലാം പ്രേക്ഷകർക്ക് ഹിറ്റ് തന്നിരിക്കുകയാണ്. അതാണല്ലോ നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്താണ്? ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയാണ് എനിക്കറിയില്ല. ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം പോയി ദൃശ്യത്തിൻ്റെ ഒരു കഥ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈയിടെ കുറച്ച് മുമ്പ് ഒരാളെന്ന് ചോദിച്ചു, ഈ ലാൽ സാറുമായിട്ട് ഇങ്ങനെ വീണ്ടും സിനിമകൾ ചെയ്യുന്നു, എന്താണ് അതിന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന്. ഞാൻ കൊടുക്കുന്ന കഥ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കഥ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചാൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 2-3 വട്ടം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഇപ്പം ലാൽസാർ അത് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് അത് ഉദ്ദേശിച്ചത് മനസ്സിലാവും, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതങ്ങനെ ഒരു സിങ്ക് ആവും. അതുണ്ട്, അത് കുറച്ച് ഈസി ആവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൽസാറിന് എന്നിൽ. അപ്പം ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിങ്ങനെയാണ്, നല്ല കഥയാണ്, ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ്, അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ജിത്തു അത് മനോഹരമായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ട്. ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചു. ആ വിശ്വാസം ഇതാവുമെന്നിട്ട് 21-ാം തീയതി അറിയാം. അപ്പം അങ്ങനെ ഒരു ബേസിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്നിൽ. അതാണ് സാറിനുള്ള വിശ്വാസമാണ് ലാലേട്ടൻ, സാറിന് ലാലേട്ടനുള്ള വിശ്വാസമാണ് പ്രേക്ഷകർ വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും ഇപ്പം അദ്ദേഹത്തെ വിശ്വസിക്കാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അദ്ദേഹം ഒരു പ്രൂവൺ ആക്ടറാണ്. ചെന്ന് കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ആൾക്കാരിലേക്ക് അത് നന്നായിട്ട് എത്തിക്കാൻ. ലാലേട്ടാ, മലയാള പ്രേക്ഷകർ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് മലൈക്കോട്ടെ ബാലൻ. തിയേറ്ററിൽ തീ പറഞ്ഞു ഡിഫറെന്റ് ജോണറിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം. കാരണം ഭയങ്കര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. നല്ല എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അതിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതങ്ങനെ മാറിപ്പോകുന്നു. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അത് ആ സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റും. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ സഞ്ചരിക്കുന്നു. പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ പറ്റിയില്ല, എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനും. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളുള്ള ക്യാരക്ടറൈസേഷനിൽ ഒരുപാട് പരിമിതികളുള്ള വേഷമാണ് നേരിടുന്ന ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. അങ്ങനത്തെ ഒരു വേഷം ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുക എന്നുള്ളതിനെയാണ് നേരത്തെ. അതെ, എനിക്ക് സാറെ കഥ പറഞ്ഞപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ അതാണ്. ട്രെയിലർ കണ്ട ആൾക്കാർക്ക് മനസ്സിലായത് തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനൊരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിന്ന് അത് പെർഫോം ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. മുന്നേ ചെയ്യാത്തൊരു ക്യാരക്ടറായതുകൊണ്ടും എൻ്റെ എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ അത് ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് എനിക്ക് മൊത്തത്തിൽ പടം കഴിഞ്ഞപ്പോഴും എൻ്റെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മൊത്തത്തിൽ കഴിഞ്ഞപ്പോഴും ഇപ്പോൾ ഡബ് കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോഴും ഓരോ സീൻ എടുക്കുമ്പോഴും അതൊരു ഹാപ്പി ആക്സിഡന്റ് പോലെ സംഭവിക്കണേ എന്ന് വിചാരിച്ചു പ്രിപ്പയർ ചെയ്യാതെ തന്നെയാണോ ഈ സിനിമയിൽ നേരിൽ സമീപിക്കുന്നത്? അല്ലല്ല, അത് കാര്യം നേരിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ നമ്മുടെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഒന്നും പറയാൻ പറ്റില്ല, അതേ മാറ്റി പറയാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മളതിനെക്കുറിച്ച് കുറച്ചുകൂടെ എന്താ പറയുക സീരിയസ് അപ്രോച്ച് ആയി. പക്ഷേ മറ്റ് സിനിമകളിൽ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയി. ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ഡയലോഗൊക്കെ പറയുന്നതും ഒരുപാട് എന്താണ് കോടതിയുടെ ഭാഷയുണ്ട്, പിന്നെ കേസ് നമ്പർ, കാര്യങ്ങൾ പറയുന്ന രീതി, മോഡലേഷൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഇതിന് എന്താ പറയണ്ട, ഒരു വേറെ രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു നിയമമുണ്ടല്ലോ. അപ്പോൾ ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമുക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിന് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരത്തിലാണ് ഈ സിനിമ. ഇപ്പോൾ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ജഗദീഷ് നേരത്തെ പറഞ്ഞ ജഗദീഷിന് ഏറ്റവും നല്ലൊരു റോളാണ്. ഈ കുട്ടിയുടെയുമായാലും വളരെ നന്നായിട്ടാണ് ഞാൻ ഡബ് ചെയ്തപ്പോഴൊക്കെ കുട്ടി ചെയ്തിരിക്കുന്നത്. അതൊരു വളരെയധികം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ആ സിനിമയിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിസ്സഹായനായ ഒരു അച്ഛനായിട്ടാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത്. ഒക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഒരു പക്ഷേ വളരെയധികം എന്താ പറയുക സങ്കടം തോന്നുന്ന ഒരു സിനിമയായിരിക്കും. ഫൈനസ്റ്റ് ഓഫ് ആക്ടേഴ്സും കൂടി ഉണ്ടല്ലോ നേരിൽ. ഇപ്പം പ്രിയാമണിക്ക് ഓഗസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യത്തിൽ ലാലേട്ടൻ സിദ്ദിഖ് അവരങ്ങനെയുള്ള ഒരു ഇമോഷണൽ കൂട്ടും കൂടി ഉണ്ടല്ലോ. നേരിൽ അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടോ? നേരിലും അതുപോലെ അത്തരത്തിലുണ്ട്, പക്ഷെ അത് വളരെ എന്താ പറയേണ്ടത് സൂപ്പർഫിഷ്യലാണ്. തരത്തിൽ നിൽക്കുന്നത് അകത്തേക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പല റിലേഷൻ ഉണ്ടായിരുന്നതാണ്.
അവന് അത് ആ സിനിമയുടെ എൻഡിലൊക്കെ അത് വളരെ സെറ്റിലായിട്ട് നമ്മളത് കാണിക്കുന്നു. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ കഥാപാത്രങ്ങളാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല അച്ഛൻ കഥാപാത്രങ്ങൾ കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും കഥ അച്ഛനാണെന്നാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്. നമ്മൾ മറ്റ് ആളുകളെ നമ്മൾ ഒട്ടായാലൊക്കെയുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടെ അച്ഛൻ അത്ര ഒരു ഫീല് ഈ അച്ഛനിൽ നിന്നും പ്രേക്ഷകർക്ക് കിട്ടുന്നു. ഈ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അച്ഛനല്ല. ഈ അച്ഛൻ്റെ ഷെയ്ഡ്സ് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. സ്റ്റോറിയിൽ കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട്. ആ റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് സസ്പെൻസ് ഒന്നുമല്ല, അത് ആദ്യമേ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അവിടെയുള്ള ഇമോഷൻസ്, പിന്നെ ഇതിൽ ഓരോ ആക്ടർ, ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് ലാല് പറഞ്ഞു, ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കോർട്ടിൽ വാദിക്കുന്ന ലാലല്ല, വേറെ നിമിഷങ്ങളിൽ ലാലിന്റെ എക്സ്പ്രഷൻസ് മാത്രമാണ്. പലപ്പോഴും കോർട്ടിൽ എത്രത്തോളം വാദിക്കുന്നോ ആ കോർട്ടിന് പുറത്ത് എക്സ്പ്രഷൻസ് കൊണ്ടാണ് സീനിനെ നിർത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ സീനിലും. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ അഭിനയിക്കേണ്ട ചില സീനുകൾ ഇതിനകത്തുണ്ട്. അത് കോർട്ടിലും ഉണ്ട്. ചില റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലാലിനോട് നേരിട്ട് ജിത്തു അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സിനും, അതിപ്പോൾ ലാലായിക്കോട്ടെ, അനശ്വരായിക്കോട്ടെ, സിദ്ദിഖിൻ്റെ ആയിക്കോട്ടെ, പ്രിയാമണിയും ലാലും തമ്മിലുള്ള പ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒരു രസമായിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള രീതിയിലല്ല. പലപ്പോഴും അങ്ങനെ ആർഗ്യുമെന്റ്സ് ഏത് സാഹചര്യത്തിൽ ആ ക്യാരക്ടർ വരുന്നു എന്നുള്ളതാണ് അവിടെ പുതുമ. അവിടെ സസ്പെൻസ് ഒന്നുമില്ല, പക്ഷെ ഏത് സാഹചര്യത്തിൽ പ്രിയാമണി അവിടെ വാദിക്കാൻ വരുന്നു എന്നുള്ളത് കഥയിലെ ഒരു പുതുമയാണ്. ട്വിസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പുതുമയാണ്. അപ്പൊ അങ്ങനെ ഓരോ ആക്ടേഴ്സിനും ഇമോട്ട് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ലാലിനൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജിത്തുവിന്റെയും ശാന്തിയുടെയും കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെന്റുമാണ്. ഇപ്പൊ ഒരു ലാലേട്ടൻ ചിത്രം എന്ന് പറയുന്നത് ഫാമിലി ഒന്നടക്കം തിയേറ്ററിലേക്ക് ഇറങ്ങുമെന്നറിയാം. എങ്കിലും ചോദിക്കട്ടെ, സലാറുമായിട്ട് ഈ ചിത്രം ക്ലാഷ് ബേസ് ആണല്ലോ, സാർ എങ്ങനെ നോക്കിക്കാണും? അല്ല, സലാർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. അതൊരു ആക്ഷൻ ബേസ്. അത് നിങ്ങൾ അത് പോയി കാണുക. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേരം നേരിട്ട് ഉണ്ടാവും. അത് വന്ന് കണ്ടാലും മതി, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്ഷൻ ഒന്നുമില്ല. ഇത് അങ്ങനത്തെ ഒരു ഫാമിലി ഇമോഷൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളവരായിരിക്കും ആദ്യം വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ബേസിക്കലി ഞാൻ ചെയ്യുന്ന സിനിമ എപ്പോഴും എല്ലാ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇതിലാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസും ഫാമിലിയാണ്. എന്നിട്ട് ചെറുപ്പക്കാരും അവരാരും കാണരുതെന്നല്ല, അവരും വന്ന് കാണണം എന്നുള്ള ഇതുണ്ട്. അത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ എവിടെയോ കണ്ടു, നമ്മുടെ ട്രെയിലറെല്ലാം വന്നു കഴിഞ്ഞപ്പം ഒരു പയ്യൻ എഴുതിയിട്ടുണ്ട്, നേരെ ട്രെയിലർ കൊള്ളാം, അപ്പം മോർണിംഗ് ഷോയ്ക്ക് സലാറിന് പോകാം, എന്നിട്ട് ആഫ്റ്റർനൂൺ നേര് കാണാം. അവള് തീരുമാനിച്ചു കഴിഞ്ഞു. അത് അയാളുടെ ചോയ്സാണ്. മനസ്സിലായോ? നമ്മളിപ്പം കുറെ നമ്മുടെ ആന്റണി ചേട്ടനിലേക്ക് എത്താൻ എളുപ്പമാകും. അദ്ദേഹത്തിന്റെ നമ്പർ വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമാകും. നിങ്ങളൊരു വിശ്വാസമാണല്ലോ, ജിത്തു സാറിനോട് ഒരു വിശ്വാസമാണ്. അതാണല്ലോ നിങ്ങളെപ്പോഴും കൈകോർത്ത് പോകുന്നത്. വിശ്വാസമുണ്ട്. പക്ഷെ ആന്റണിക്കും കഥ ഇഷ്ടപ്പെടണം. പ്രൊഡ്യൂസറാന്ന് പറഞ്ഞാൽ വ്യത്യാസമൊക്കെ വന്നു, ഓക്കെ നമ്മുടെ പരിചയമുള്ള ഒരാളല്ലേ, അങ്ങനെയല്ല. സിനിമ കഥ കേൾക്കുമ്പോൾ ആന്റണിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആന്റണിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറയാം. പണ്ട് ഞാൻ വേറൊരു എൻ്റെ രണ്ടാമത്തെ പടം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ പ്രൊഡ്യൂസർ ജോയ് തോമസ് കേട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആന്റണി പെരുമാൾ. അദ്ദേഹം പറഞ്ഞു ആന്റണിയെ അടുത്ത് അന്ന് ഞാൻ ആന്റണിയെ അറിയാം, പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല, ഒന്ന് കഥ പറയണം എനിക്ക്. ഞാൻ അവിടുത്തെ പ്രൊജക്റ്റ് നടക്കിയായിരുന്നു. കാരണം അദ്ദേഹം ചെയ്യുന്ന പടങ്ങൾ മാറ്റും. ഞാൻ ചെന്ന് കഥ പറഞ്ഞപ്പോൾ ആന്റണി എഴുതിയിട്ട് ഒരു ഉഗ്രം സിനിമ ജോയ് തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം കഥ കേട്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായാലാണ് ഇത് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്തിക്കുകയാണ്. ഇപ്പം ജിത്തു സാറ് ത്രില്ലർ എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് വരുന്ന ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജയിച്ചെടുക്കുന്ന ഒരു മറ്റേ മൈമൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഒരു ഹോപ്പില്ല. അല്ല, ഇതെന്നറിയോ, അത് പറ്റിയത് എവിടെയാണെന്നറിയോ? ദൃശ്യം ചെയ്തപ്പോൾ ഞാനതിനെ ഒരു ഫാമിലി ഡ്രാമ പോലെ ഞാനത് എൻ്റെ മനസ്സിലായില്ല. കാരണം രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു മത്സരമാണ്. അതിനകത്തൊരു ക്രൈമും വന്നു, ക്ലൈമാക്സിൽ ഒരു സർപ്രൈസിങ് എലമെന്റ് വന്നു.
എൻ്റെ ഒരു അബദ്ധത്തിനും ഒരു പേടി കൊണ്ടാണ്, ടെൻഷൻ കൊണ്ടാണ് ഈ 2 ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ അറിയാതെ കയറി പറഞ്ഞു പോയി. ഇതിനകത്ത് അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല, കാരണം ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നതാരും വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഇത് കാരണം വെച്ചാൽ ഞാൻ വളരെ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ക്രൈം ഉണ്ട് ഇതിനകത്ത്. ഇതുവരെ ഞാൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു ക്രൈം നടക്കുന്നു, അത് നടന്നു കഴിയുമ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു കൾപ്രിറ്റ്, അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ. ആ സെക്ഷനാണ് ഞാൻ ഇത്രയും നാൾ നോക്കിയത്. ഇത് അവിടെയും ആ ക്രൈം കണ്ടുപിടിച്ചു കഴിഞ്ഞൊരു കോടതി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഒരു ക്രൈം നടക്കുന്നു, 5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ആരാ ചെയ്തത്, എന്താണ് ക്രൈം, ഇതെല്ലാം മനസ്സിലായി. അവിടുന്ന് അതെടുത്ത് ഞങ്ങൾ കോടതിയിലേക്ക് പ്ലേസ് ചെയ്യും. കോടതിയിൽ എന്താണ് നടക്കുന്നത്, ഈ ഒരു കോടതിയിൽ ഒരു കേസ് ചെല്ലുമ്പോൾ ഏതൊക്കെ പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിൽ എന്തൊക്കെ രീതിയിൽ കളികൾ നടക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒത്തിരി നമുക്ക് അറിയാൻ മേലാത്ത പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എത്ര പേരുണ്ട് കോടതിയുടെ പ്രൊസീജിയേഴ്സ് അറിയാവുന്നവർ? അപ്പം നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 100% അല്ലെങ്കിലും കോടതി പോകാത്തവർക്ക് ഇങ്ങനെയാണല്ലേ കോടതിയിൽ, ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ എന്തുകൊണ്ടിരുമ്പോൾ ചുമ്മാ കൊണ്ടേ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല, അതിന് പെറ്റീഷൻ ഇട്ട് അങ്ങനെ ഇതെല്ലാം ഞാൻ ശാന്തിയെ കൊണ്ട് അത് എഴുതിച്ചു. അതാ ശാന്തി പറഞ്ഞു എഴുതിയതെല്ലാം പെട്ടെന്ന് ഞാൻ പേടിച്ചു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുക്കാം. എന്നിട്ട് എല്ലാം ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് കണക്ട് ചെയ്ത് വിഷ്വലി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഷോട്ടിലുണ്ട് ജഡ്ജി ഇങ്ങനെ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു കലണ്ടർ, അപ്പോൾ ശാന്തി വരും, ഒരു കലണ്ടർ ഉണ്ടാവും, അടുത്ത പോസ്റ്റിങ്ങിനുണ്ട്, പുള്ളി ഈ കലണ്ടറിലേക്ക് ഒന്നും അങ്ങനെ കൊച്ചു സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പറ്റുന്ന പോലെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ സാറിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇങ്ങനെ നടക്കാവുള്ളൂ, പുറത്ത് ജീവിക്കുക. അന്നേരം ഞാൻ കേൾക്കുന്നത് അന്ന് ഞങ്ങളൊന്നും ഡിസ്കഷനിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു കോടതി എക്സ്പീരിയൻസ്, ഒരു റിയൽ കോടതി ഞാൻ 100% അല്ല, ഒരു 60-70%. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ടൈം ഇതാണ്. പിന്നെ ഓൺലൈനിൽ ആരും എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ക്രൈം ഉള്ളതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ആ ക്രൈമിനകത്ത് ഒരാളെ പിടിച്ചു കോടതിയിൽ വന്നിട്ട് വിജയമോഹം പ്രൂവ് ചെയ്യാണ്, ഇയാളല്ല വേറൊരാളാണ്, അങ്ങനെയൊന്നും തുടക്കം തൊട്ട് ഇതാരാ ചെയ്ത എല്ലാം കോടതിയിൽ എന്തൊക്കെ അത് മാത്രമല്ല. OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ ജിനൂസ് അക്കാഡമി ഉറപ്പു നൽകുന്നു.